ഹായ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അങ്ങനെ ഒരു ഈവനിങ് ഞങ്ങൾ വെറുതെ കുത്തിയിരുന്നപ്പോൾ നമുക്ക് ഫാം വില്ല ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്താലോ എന്ന് ആലോചിച്ചു. ഫാം വില്ല എവിടെയാണെന്നല്ലേ? നമ്മുടെ തൃശ്ശൂർ ചാവക്കാട് എടക്കഴിയൂർ ഭാഗത്താണ് കേട്ടോ ഈ ഫാം വില്ല ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചാവക്കാട് മെറൈൻ അക്വേറിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതൊരു ടോട്ടലി എഡ്യൂക്കേഷണൽ ആൻഡ് അനിമൽ ഇൻറ്ററാക്ഷൻ പാർക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് അനിമൽസ് ഉണ്ട്, എക്സോട്ടിക് അനിമൽസ്, ബേർഡ്സ്. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിസിറ്റേഴ്സിനെ എല്ലാവരെയും ഈ ഒരു ബേർഡ്സ് അല്ലെങ്കിൽ അനിമൽസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യും. നമുക്ക് അവരെ ഫീഡ് ചെയ്യാം, അവരെ തൊടാം, എടുക്കാം. അപ്പോൾ ഒരു ടോട്ടലി ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നി. കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരെയൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഫീഡ് ചെയ്യാനുള്ള ഫുഡൊക്കെ ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കാണുമ്പോൾ. ഈവൻ വിച്ചൂട്ടം വരെ ഒരു പേടിയില്ലാണ്ട് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെപ്പോലെ കുറച്ച് പേടിയുള്ളവർക്ക് ഈ ഒരു പരിപാടി നടക്കില്ല എന്ന് തോന്നിയുകൊണ്ട് ഞാൻ പിന്നെ ഈ പരിപാടിക്ക് നിന്നില്ല കേട്ടോ. പക്ഷെ അവരൊരിക്കലും നമ്മളെ കമ്പൽ ചെയ്യുമൊന്നുമില്ല കേട്ടോ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിനെ കയറി തൊടാനും ഫീഡ് ചെയ്യാനൊക്കെ പോയാൽ മതി. അനിമൽ ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പക്ഷെ കുറച്ച് പേടിയും തൊടാൻ പേടി അല്ലെങ്കിൽ അറപ്പൊക്കെ ഉള്ളവർക്ക് ഇത് അത്രത്തോളം കംഫർട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. എങ്കിലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് അനിമൽ ലവേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. ശ്രീകുട്ടി നല്ലൊരു അനിമൽ ലവറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവൾ സമ്മർ വെക്കേഷനിൽ വന്ന് നിന്നപ്പോൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് പോയി കാണണമെന്ന് പറഞ്ഞത് ഈ ഫാം വില്ലയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായാലും ഇവിടെ വന്ന് കാണിക്കണം എന്ന് വിചാരിച്ചത്. ഭയങ്കര വൃത്തിയിലാണ് കേട്ടോ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഷ് ടാങ്കിൽ തന്നെ നമ്മൾ കൈ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുമ്പേ കൈയൊക്കെ സോപ്പിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ അലോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നടന്നപ്പോൾ ഈ കാണുന്നൊരു ഗോട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിട്ടോ. പേര് ടർക്കി ഡുംബ ഗോട്ട് എന്നാണ്. കൂടുതലും ഡെസേർട്ട് ഏരിയാസിനോടാണ് ഇത് അഡാപ്റ്റഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ വാലിൻ്റെ അറ്റത്ത് ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ ഫാറ്റാണ് ഇതിന് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതലും ഇത് ശാന്ത സ്വഭാവക്കാരനാണ്. അനിമൽസും ബേർഡ്സും ഒക്കെ വളരെയധികം ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതുപോലെ തന്നെ ഹ്യൂമൻ പ്രസൻസിനോട് വളരെയധികം അഡാപ്റ്റഡ് ആണ്. എസ്പെഷ്യലി ചിൽഡ്രൻ. ആരും ഒരു ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പായിട്ട് തോന്നിയില്ല. ഫാം തന്നെ വളരെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയ എൻവയോൺമെൻറ്റ്. വേറെ നമുക്ക് ടച്ച് ചെയ്യാനും പറ്റും, ഫീഡ് ചെയ്യാൻ, ഹോൾഡ് ചെയ്യാൻ എല്ലാം സാധിക്കുന്ന ഒരു ഫാമിലി ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് ആയിട്ട് തോന്നി എനിക്കിത്.
സൂപ്പർ എന്ന് പറയൂ വിച്ചുട്ടാ. സൂപ്പർ എന്ന് പറയൂ വിച്ചുട്ടാ. എനിക്ക് നോക്കിട്ട് സൂപ്പർ എന്ന് പറയൂ. ഇനി സൂപ്പർ പറയൂ. സൂപ്പർ. ഇതായിരുന്നു കേട്ടോ എന്നെ ഏറ്റവും അധികം ടെൻഷൻ അടുപ്പിച്ചിട്ടുള്ളൊരു കാഴ്ച. ബേർഡ്സ് അനിമൽസൊക്കെ പോട്ടെ, ഈവൻ സ്നേക്സിനെ പോലും നമുക്ക് തൊടാനും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതൊരു സ്ഥലമാണുള്ളത് ഗൈസ്. ഇവള് പോലും ആ ഒരു ചലഞ്ച് വളരെ സക്സസ്ഫുൾ ഏറ്റെടുത്തു. പക്ഷേ ഞാൻ ഇതിന് നിന്നില്ല കേട്ടോ. വെരി സോറി, എനിക്ക് കുറച്ച് പേടി കൂടുതലായതുകൊണ്ട്. പക്ഷെ എല്ലാവരും ഈ ഒരു പരിപാടി ചെയ്തു. ഇഷ്ടായേ? എനിക്ക് ഇഷ്ടം പാമ്പിനെ. പാമ്പിനെയോ ഇഷ്ടായേ? പൂച്ചേനെയോ? പൂച്ചേനെയോ ഇഷ്ടം. പേടിയില്ല? ഇല്ല. അടിപൊളി. ഒരു വട്ടം വിസിറ്റ് ചെയ്യാം. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. എന്റർടൈൻമെന്റ്. നമുക്കിവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 200 per person ആണ് കേട്ടോ. പക്ഷെ ആ ഒരു റേറ്റ് കുഴപ്പമില്ലെന്ന് തോന്നി. കാരണം ആ ഒരു റേറ്റിൽ നമുക്ക് ആ ഫുൾ ഫാം വില്ല എക്സ്പ്ലോർ ചെയ്യാം. വേറെ അതിൻ്റെ ഉള്ളിൽ വേറെ എക്സ്ട്രാ ക്യാഷ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട. എല്ലാ അനിമൽസിനെയും ബേർഡ്സിനെയും എല്ലാം നമുക്ക് ഒരേപോലെ തന്നെ ഫീഡ് ചെയ്യാനും ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനെല്ലാം ആ ഒരു റേറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സമയം നേരത്തെ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് തോന്നി. കാരണം ഞങ്ങൾ വൈകിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയത്. നിങ്ങൾ പോകുമ്പോൾ കുറച്ചും കൂടി നേരത്തെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് വലിയ ഹറിബറി ഒന്നും ഇല്ലാണ്ട് കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും.